പലപ്പോഴും ചില ആൾക്കാർ കൗൺസിലിങ്ങിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താണാവോ എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും. ചെറുപ്പക്കാരായിരിക്കും മിക്കതും അങ്ങനെ പറയുക. അവർ അതൊരു ബുദ്ധിമുട്ടായിട്ട് പറയണതായിട്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഓവർ തിങ്കിങ്ങിന് നിങ്ങൾ ഇത്ര നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഓവർ തിങ്കിങ് ഒരു നല്ലൊരു സ്കില്ലാണ്. യു ആർ ഏബിൾ ടു ഡീപ്ലി തിങ്ക് അബൌട്ട് എനിത്തിങ് ദാറ്റ് ഈസ് ഗിവൺ ടു യു. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശരിക്കും ഇരുന്ന് ക്ലാസിഫൈ ചെയ്യണം. ദ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ചേഞ്ച് ഓർ ദ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ചേഞ്ച്. ആ കനോട്ട് ചേഞ്ച് കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ബട്ട് വാട്ട് എവർ യു ക്യാൻ ചേഞ്ച്, യു സ്റ്റാർട്ട് വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്. അവിടെ ചിലപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് അങ്ങോട്ട് നിൽക്കും. അതേപോലെ തന്നെ രാത്രി നമ്മൾക്ക് പലപ്പോഴും നമ്മൾ എഴുന്നേറ്റിട്ട് നമുക്ക് ഉണ്ടാവണ ചിന്തകൾ ചിലപ്പോൾ ഓവർ തിങ്കിങ് ആയിരിക്കാം. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് പ്രോബ്ലി ഗോയിങ് ടു ഹെൽപ്പ് യു. പല നെഗറ്റീവ് തോട്ട്സാണ് നമുക്ക് രാത്രി ഉറക്കം ഞെട്ടിയിട്ട് വരാറുള്ളത്. അപ്പോൾ ആ നെഗറ്റീവ് തോട്ട്സ്, ഇഫ് യു ആർ ഏബിൾ ടു ചേഞ്ച് ഇറ്റ്, you tell yourself that tomorrow morning the first thing I'm going to do is I'm going to change this aspect of mine, or I'm going to plan differently, I'm going to execute things differently. But as of now I can't do anything. അപ്പോൾ ഞാൻ ഉറങ്ങണം എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓവർ തിങ്കിങ്ങിനെ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് യൂസ് ഇറ്റ് ഫോർ പ്ലാനിങ് ഫോർ ദ വേസ്റ്റ്.